പൂങ്കാറ്റി ചിരിക്ക് പൂങ്കാറ്റി തിങ്കടക്ക് തിങ്കടക്ക്. ജുഗ്രോ, സ്റ്റീവ്, മന്ദാരം, മോബി, ഗോഗു, നീലൻ, ഡെസ്ട്രോ, സ്നൈപ്പ്, സാവേജ്, കുറുപ്പ്, LX2, സെക്കൻഡ്, ആഷ്, കോച്ച്, കിണ്ടി, കില്ലുവ, ജൂഡ്, ബാലൻ. വില്ലുമില്ല ഇന്ന്, വില്ലുമോനില്ല ഇന്ന്, വില്ലുമോനില്ല അവൈലബിൾ അല്ല. ലൈനപ്പ് ഇട്ടിട്ടുണ്ടാടാ, ലൈനപ്പ് ഇട്ടിട്ടുണ്ടോ? ആ ബാലനല്ലേ പിന്നെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടായിരുന്നു ബാലന്റെ. കളിക്ക് കൺട്രോൾ രണ്ടുപേര് വേണം. ഹലോ ഹലോ എടാ അമ്പത്തൂര് നീ വല്ല ജവാൻ അടിച്ച് മറ്റേ ഇരിക്കുവാണോടാ? ഇത് ഫൈനൽ ലിസ്റ്റ് ഇട്ടല്ല, അതിനകത്ത് നിന്റെ പേര് വീണ്ടും ആഡ് ചെയ്തിടണ. അടിച്ചാൽ തിരിച്ചു കളയാം അമ്പത്തൂരെ. ഞാൻ ഫൈനൽ ലിസ്റ്റ് ഇട്ടേക്കും, അതിനകത്ത് 15, 16, 50 എന്ന് പറഞ്ഞ ആഡ് ചെയ്തേക്കുന്നു. 2 കിലോ ഇല്ലല്ലോ, 2 കിലോ ഇല്ല. ആ കോച്ച് കിലോ 2 പേരെ ആഡ് ചെയ്തല്ലേ. കളിയാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കളിക്കാം. വാ, ബാലനും ഇല്ല, 2 സ്ലോട്ട് ഉണ്ട്. വാ ചന്ദ്രനും ബാലന് പകരം ഞാൻ കേറാം. ഇത്രയും പേരെ അവൈലബിൾ ഉള്ളു ഇന്ന്. ബാലൻ ഇതിനകത്ത് ആരാ? ഞാൻ കളിക്കണോ? അളിയ എനിക്ക് കളിക്കാൻ ഒരു മൂഡില്ല, ഞാൻ വരണോ? നീ നോക്കിക്കോളൂ. ഇല്ല കളിക്ക് സീനില്ല. എനിക്കൊരു മൂഡില്ലെന്ന് കളിക്കാൻ. ആ കളിക്കാൻ വാ. മൂടില്ലാത്തത് കളിക്കാം. ഡീമൻ ഉണ്ട്. ചാറ്റിലെന്നൊരു 10 പേരെടുത്തുനിന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങിട്ടെ നമ്മുടെ ലൈനപ്പ് ഒന്ന് ഇട്ടുതരാൻ പറയുന്നില്ല. ദിവസം ഒന്ന് നമുക്ക് വലിയ ഉപകാരമായിരിക്കും പറഞ്ഞപ്പോ. അല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ലൈനപ്പ്. അവർ ഹെൽപ്പ് ചെയ്യും. കളിക്കാം, കാരണം വേറെ ആരും ഇവന്മാരെല്ലാം കിടന്ന് അലക്കും. അല്ലെങ്കിൽ ജയിക്കുന്ന തോക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. കൊറേ ജയിച്ചില്ല അടുപ്പിച്ച്, തോക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് തോക്കട്ടെ. ആ കളിക്കാം. ചന്ദ്രാക്ക് മാത്രം വരും. ചന്ദ്രാക്ക് ഇന്നലെ ആർക്കും എടാ ഞാൻ ലിസ്റ്റ് ഇട്ടത് തെറ്റിപ്പോടാ. 1 മിനിറ്റ്. അതേ സാധനം തന്നെ എടുത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കഴിഞ്ഞിട്ട് 11, 12 കഴിഞ്ഞിട്ട് 13 കഴിഞ്ഞിട്ട് 14 ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 12, 13, 14, 15 എന്നായി പോയി. എത്ര പേരായി ഇതിപ്പോ ലൈനപ്പെട്ടത് 20 പേരായി മൊത്തത്തിൽ. അയ്യോ 1 മിനിറ്റ്. ചന്ദ്ര വീണ്ടും ഇറങ്ങി കേട്ടോ, ആള് കൂടിയേ. വീണ്ടും നമ്മൾ ഇറങ്ങി കേട്ടോ. ഗൈസ് എനിക്കൊരു അബദ്ധം. എടാ ഞാൻ ഭയങ്കര ആബ്സെന്റ് മൈൻഡാ ഗൈസ് ഇന്ന്. സത്യം ഞാൻ കളിക്കില്ല. 1, 2, 3, 4, 5, 6, 7, 8 ഭയങ്കര ആബ്സെന്റ് മൈൻഡാ. വേണ്ട. അയ്യോ ഞാൻ കളിക്കുന്നില്ല കേട്ടോ ഇന്ന്. ഞാൻ കളിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാ. എടാ ഞാൻ എന്തൊക്കെ വെടലത്തരം അവിടെ കാണിച്ചേ. ജുഗ്രു, സ്റ്റീവ്, മന്ദാരം, മോബി, ഗോഗു, നീലൻ, ഡെസ്ട്രോ, സ്നൈപ്പ്, സാവേജ്, കുറുപ്പ്, LX2, സെക്കൻഡ്, ആഷ്, കോച്ച്, 15, ഡീമൻ.
ഓക്കെ പോരെ, ഓൾ ഗുഡ്, സെറ്റ് അല്ലേ? ജൂഡിന് ഇടാനുള്ള സ്ഥലമില്ലടാ, ജൂഡിന് ഇടാനുള്ള സ്ഥലമില്ല. എന്താ സെക്കൻഡ് ആഷിനെ ഞാൻ 2 വാറായിട്ട് മാറ്റി നിർത്തിയേക്കുക. അയ്യോ കിണ്ടി ഇട്ടില്ലല്ലേ, ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എടാ ഞാൻ പ്രാന്തനായടാ. നേരത്തെ മെസ്സേജിൽ എന്ത് കിട്ടാൻ തോന്നുന്നു. ഇന്നൊന്ന് ഗോകുന് വരം, ഗോകുനെ ഞാൻ മാറ്റുമല്ലോ അതിനൊക്കെ. ഇവനെ അടിച്ച് കിണ്ടിയടാ ഞാൻ. കോച്ചിന് വരം ചൂട് ഇല്ല. കോച്ചിന് കൊറേ വാറിലിട്ടില്ല ഗൈസ്, കൊറേ വാറിലിട്ടില്ല കോച്ചിനെ, കൊറേ വാറിലിട്ടില്ല കോച്ചിനെ. എനിക്ക് ആരെ മാറ്റൂടാ. അമ്മേ എന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്നൊന്ന് ഞാൻ കോച്ചിനോട് പറഞ്ഞോളാം, കോച്ചിനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവരാം. കിണ്ടിയിടാ കാല് പറ്റുന്നില്ലല്ലോ അളിയാ, അളിയ പറക്കുന്നു ഞാൻ. എടാ ഫൈനൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. കോച്ച് എവിടെ? കോച്ച് എവിടെ ഉണ്ട്? കോച്ച് ഞാനും ചന്ദ്രനും വെളിയിലുണ്ടാവും, കോച്ചിവിടെ അങ്ങോട്ട് വരണേ, ജോയിൻ ചെയ്യണേ. വേറെ വഴിയില്ല കേട്ടോ, വേറെ വഴിയില്ലാത്തോണ്ടാ. ഓക്കെ അപ്പൊ ജുഗ്രു, സ്റ്റീവ്, മദാര, ബോബി, ഗോകു, നീലൻ, ഡെസ്ട്രോ, സാവേജ്, കുറുപ്പ്, LX2, സെക്കൻഡ്, ആഷ്, കിണ്ടി, ഡീമൻ. ഡിലീറ്റ് ചെയ്ത് നോക്ക് സാബ്ഗുരു ഉണ്ടോ. ഓ ഇങ്ങനെ നോക്കി കളിക്കാൻ പാടില്ലടാ. പക്ഷേ ഓ ഇങ്ങനെ നോക്കാൻ പറ്റുമല്ലേ, ആളുണ്ടോ ഇല്ലയോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 14 ഉള്ളെന്നോ? എടാ നിങ്ങളിങ്ങനെ പറയല്ലേടാ. ജുഗ്രു 1, സ്റ്റീവ് 2, മന്ദാരം 3, മോബി 4, ഗോകു 5, നീലൻ 6, ഡെസ്ട്രോ 7, സ്നൈപ്പ് 8, സാവേജ് 9, കുറുപ്പ് 10, LX2 11, സെക്കൻഡ് 12, ആഷ് 13, കിണ്ടി 14, 15 ഡീമൻ. കള്ളമാര്, കള്ളമാര്. ചന്ദ്ര ഒന്ന് വന്നേവാ. നിന്റെ ഇറസ്പോൺസിബിലിറ്റി കൊണ്ടാണ് നിന്നെ ഞാൻ ലൈനപ്പിൽ നിന്നൊക്കെ മാറ്റുന്നേ. ഞാനില്ല. അതാ പറഞ്ഞ നീ കേറത്തില്ലായിരുന്നോ? നീ കേറുന്ന ഞാൻ വേണമെങ്കിൽ ഈ കൂട്ടത്തില് അപ്പി ഞാൻ ഇന്ന് ഞാൻ ആബ്സെന്റ് മൈൻഡഡ് ആടാ. ഞാൻ സ്ഥിരം കളിക്കുന്ന ആളല്ലേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും റേഡിയോ കിടന്ന് അലക്കല്ലേ. കോള് വിളിക്കുന്നവർ മാത്രം സംസാരിച്ച് വേറെ ആരും. ചന്ദ്രൻ ഞാൻ കളിക്കുന്നില്ല, ഞങ്ങള് പുറത്തുനിന്ന് കാണുക. നിങ്ങള് മര്യാദയ്ക്ക് നോക്കി കളിച്ചാൽ മതി കേട്ടാ. എല്ലാവരും അലക്കരുത്. എന്ത് പറഞ്ഞു അവര്? എന്ത് പറഞ്ഞു? അല്ല അമ്മമാരെന്ത് പറഞ്ഞു? നീലൻ നോക്കിക്കോളാം. നീലൻ നോക്കിയാ മതി. അത് നോക്കിക്കോളൂ. അപ്പന്റെ കണ്ണുപോയി അളിയ. അതുകൊണ്ടല്ല എനിക്ക് വയ്യടാ. ഞാൻ ഇന്നൊരു മൈൻഡ് ഫക്ക് ആയിട്ടിരിക്കുക. ഞാൻ അതിന്റെ കൂടെ ഈ വാറോടെ കളിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാ എനിക്ക് വയ്യ. അല്ല ഇപ്പൊ 15 ആയ അസാസിൻ ബ്രോ താങ്ക് യു സോ മച്ച്. 15 നിനക്ക് കളിക്കണോ? ഇല്ല അമ്മമാര് കളിച്ചു നോക്കട്ടെ. എല്ലാ അമ്മമാരും തോക്കുന്നെങ്കിൽ നോക്കട്ടെ. നമുക്ക് എല്ലാ പിള്ളേരെ ഇട്ട് കളിപ്പിച്ചു നോക്കാം. എല്ലാവരും അമ്മമാരെ എങ്ങനെ കളിക്കുന്നു നമ്മളില്ലെങ്കിലും കൺട്രോൾ ചെയ്ത് നോക്കണ്ടേ. നാളെ നീ ചന്ദ്ര നീ നിന്നെ ഏതെങ്കിലും ഗ്യാങ് കൊന്ന് കത്തിക്കുമ്പോഴും ഇത് ഗ്യാങ് നോക്കാൻ കാര്യം വേണ്ടേ?
എങ്ങനെയുണ്ടോ നോക്കുക. ശരിയാണ്. ബ്രോ താങ്ക് യു സോ മച്ച് ഗിഫ്റ്റ് അഗൈൻ. താങ്ക് യു സോ മച്ച്. എന്താടാ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു. അണ്ണന്റെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഗ്യാങ് ഒക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാലും ആ വണ്ടി വേണ്ട. ആ സാഗുര് 3 വട്ടം വിളിച്ചു വെക്കുന്നു. ആര് വിളിച്ചാരാ? സാഗുര് ഇതെന്താ മിസ് കോൾ ആയിട്ട് കാണിക്കുന്നത്? എന്താടാ ഇങ്ങനെ? അപ്പാപ്പനൊന്നും ഇല്ല കൈസ്. അപ്പാപ്പന് ചെങ്കണ്ണ അടിച്ച് വീങ്ങി കൊടുത്തല്ലേ ഭാര്യ. പിന്നെ രാത്രി ഇരുന്ന് മറ്റേ സർവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കപ്ലാർപ്പ് ചെയ്താ പിന്നെ അടി കിട്ടൂലേ? വാറുണ്ട് അണ്ണ. നമ്മുടെ ചെറുക്കന്റെ ബർത്ത്ഡേ ആണോ? ബാലന്റെ ബർത്ത്ഡേ. ബാലന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ബാല. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബാലൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബാല മോനെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എനിക്ക് സാവേജിന്റെ ബർത്ത്ഡേക്ക് പറയാനുള്ളത് മാത്രമേ നിന്നോടും പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നമ്മുടെ ഡൗൺ ടൈമിൽ എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും എന്നെ ഏറ്റവും കൂടുതൽ വട്ടം കാണാൻ വന്നതിൽ ഒരാള് ബാലനായിരിക്കും. ബാല മോനെ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഇത്രയും വർഷം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേടാ. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷത്തോടെ ഇരിക്കും. 2026 25 ബർത്ത്ഡേ നിന്റെ വർഷമായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ആണ് മോനെ. ചന്ദ്ര എന്റെ അടുത്ത ബർത്ത്ഡേ നീ ഗ്രാൻഡ് ആക്കി തരും. പിന്നല്ലാണ്ട് അടുത്ത വർഷം ഞാൻ നടത്തരില്ല. ഗ്യാങ് ഡ്രസ് കൂടെ ഇട്ടേക്കണേ. വള്ളിക്ക് പോയി ഇതാക്കരുത് കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറയാം. ഗോസ്റ്റ് റൈഡേഴ്സ് ആയിരുന്നു നമ്മള്. എന്താണ് കേട്ടില്ല? ഗോസ്റ്റ് റൈഡേഴ്സ് നോക്കിയേ. ഫ്രണ്ട് ടയർ നോക്കിയേ. മാർച്ചാറ്റ് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ കാല. ഞാൻ ഇടണോന്നാണ് നിങ്ങൾ പറഞ്ഞേ? ഓക്കെ. അതെന്തിനു വന്നോ നിന്റെ? വലിക്കണില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ മാല. അതിനകത്തോടെ കയറിയതാ. അവിടെ ഗേറ്റിൽ 2 ചോട്ടൊക്കെ ചോട്ട് കുട്ടിയോട് തീരട്ടെ. നീല കുറിപ്പിനോട് കേറാൻ പറഞ്ഞില്ല. ലിസ്റ്റ് ഇട്ടവര് ആണോ? ഹലോ ഹലോ കണ്ണെടുക്കാം. നിങ്ങളുടെ കൂടുതൽ ആ ചന്ദ്രനുണ്ട് ഇപ്പോ. ഹെൽമെറ്റ് വെച്ചിരിക്കണ അവൻ തന്നെയാ ചന്ദ്രൻ. ഇങ്ങനെ നിങ്ങളുടെ ഡൂപ്പിന് ഒരു ഡൂപ്പിനെ പിടിച്ചോണ്ടുണ്ട്. നിങ്ങൾ അതേ ഡൂപ്പിന് പിടിച്ചോണ്ടുണ്ട്. വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടോ അവനെ? ഇപ്പൊ തൂക്കിക്കൊണ്ട് വന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ. തോന്നുന്നുണ്ട്. ഇറങ്ങി മടിയാ. ഇല്ലടാ വ്യത്യാസം. എന്നെ അവനെ നോക്കിയാ നിങ്ങളൊന്ന് ചന്ദ്രനെന്ന് കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവും. മോശമല്ലേ ചന്ദ്ര? നിന്റെ അച്ഛനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കി. അവന്റെ അടുത്തൊന്ന് എന്തായാലും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്ന് ചോദിച്ചു നോക്കി എന്തെങ്കിലും ഇൻഫോ അറിയാവുന്ന വരും. സത്യം അത് തന്നെ. നീ ഒന്ന് നൈസായിട്ട് സംസാരിച്ചു നോക്കി. ചിലപ്പോ എന്തെങ്കിലും അറിയാൻ പറ്റും. അതെ അണ്ണാ മാറിയിരിക്കും. അവര് സംസാരിക്കണം. ഡിപസി കൊടുക്കാം. അമ്പത്തൂർ സിംഗ് അവിടെ അല്ലേ?
അമ്പത്തൂർ സിംഗം. അമ്പത്തൂർ സിംഗം സിറ്റിയിലില്ല, വണ്ടി പണിതോണ്ടിരിക്കുക നമ്മുടെ. അല്ല അണ്ണാ നമ്മള് നെക്സ്റ്റ് വന്നിട്ട് ചിലപ്പോ ഒരു ഗ്യാങ് ഇറക്കുവേ. അപ്പൊ അണ്ണാന്ന് നിന്റെ വായത് ഞാൻ അവസാനമായിട്ട് ഇന്ന് കേൾക്കാൻ പോണേ. അതിനാ അല്ല, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വശം, അങ്ങനെയാണ്. ഞാനില്ല അവരൊറ്റക്ക് കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് ഓ ഓക്കെ ഓക്കെ, എന്തായാലും സെറ്റ് ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. അവര് കിടലും ഗ്യാങ് ആയിട്ട് വരട്ടെ. അതെ അതെ അണ്ണാ, ഇന്നലെ അമ്പത്തൂരായിട്ട് പോയിട്ട് KV ആയിട്ട് കുറച്ച് വള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളല്ലേ? അതെ അതെ, അമ്പത്തൂരായിട്ട് പോയി. അമ്പത്തൂര് കൊണ്ടുപോയി. അതെ, KV ആണെന്ന് അറിഞ്ഞിട്ട് വള്ളി എടുത്തതാണോ അതോ അബദ്ധം പറ്റിയതാണോ? അമ്പത്തൊന്നുമില്ല, അവ കൊണ്ടുപോയി നിർത്തിയിട്ട് വള്ളി പിടിച്ച് തന്നതാ. എന്നിട്ട് KV എന്ത് പറഞ്ഞു? നാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ കണ്ടോ നിങ്ങളായിട്ട്. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ ബൈ, കാണാം. ഇന്നടുത്ത് നിൽക്കല്ലേ, ഭയങ്കര വള്ളിയാ. പോട്ടെ. ഇവന്മാര് KV ആയിട്ടൊക്കെ വള്ളി പിടിച്ചിട്ട് നിൽക്കും. അവന്മാർക്ക് എപ്പോഴും അടി വരും. പെണ്ണുങ്ങളെ തട്ടിയിട്ട് ഇവിടെ നടക്കാൻ വയ്യ. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര. മണിത്തിങ്കൾ തേരിൽ ദൂതുവായോ ദിന്തറതക്കും ആലോലം കുതിച്ചു പാരും. എവിടെ പോവാ നീ? ഓ, ചെക്ക് വാർ ചാറ്റ്. ഹാപ്പി ബർത്ത്ഡേ ബാല, ഹാപ്പി ബർത്ത്ഡേ ബാല, ഹാപ്പി ബർത്ത്ഡേ ബാലൻ ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ബാല, ആത്തുപെണ്ണ്, ഹാപ്പി ബർത്ത്ഡേ ബാല, സുർജിയോ ഹാപ്പി ബർത്ത്ഡേ, കൻകർ, ചന്ദ്രബോസ് കണക്ട് ടു റേഡിയോ, ചന്ദ്രബോസ് കണക്ട് ടു റേഡിയോ 10 എന്ന് ലെവി 16 ഇട്ടിരിക്കുന്നത്. അണ്ണന് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല? എന്തിന്? മറ്റേ ഷെയ്ക്കിന്റെ മറ്റേ കാറ് എവിടെ? അത് കിട്ടിയില്ല. ഷെയ്ക്കിനെ വിളിച്ചിട്ട് കിട്ടണ്ടേ അതിന്? ഹാപ്പി ബർത്ത്ഡേ വാളോ. അല്ല, ലൈനപ്പിലുള്ളവരല്ല, ആരും കേറിയിട്ടില്ല ഇതുവരെ. അമ്മഅടുത്ത് റേഡിയോ കണക്ട് ചെയ്യാൻ പറയാം. 12:07 ഞാൻ ഇട്ടോളാം. T/war TV കണക്ട് ടു റേഡിയോ. മനസ്സിലൊരു ഉത്സവമല്ലേ. കുണ്ണേൽ പിന്നെയോ ഞാൻ കണ്ടില്ലടാ അവരെ. ദൈവമാടുത്ത് നിർത്തൽ. എടാ ചന്ദ്ര ഗ്യാങ് ഡ്രസ് ആടാ ചന്ദ്ര ഇട്ടേക്കുന്നത്. നമ്മൾ എടാ ഒരു ലീഡർ പൊസിഷനിലും കോ ലീഡർ പൊസിഷനിലും ഇരിക്കുന്ന രണ്ടാൾക്കാർ പോയത്. ആ വണ്ടി നീ പമ്പ വരെ ഒന്ന് പോയ സ്റ്റോക്ക് ഒക്കെ നോക്കിട്ട് വരട്ടെ. ചവിട്ടല്ലേ ആളിയാ. ഈ കൈ വെച്ച് എങ്ങനെയാ കാണിക്കുന്നേ? ഹലോ, ഞാൻ ഇതെന്താ? കേക്കാവോ? നീ പറയുന്ന കേക്കുന്നില്ല, സൗണ്ട് ഓഫാ. ഇപ്പൊ കേക്കാവോലോ? ആ ഇപ്പൊ എടാ വണ്ടി സാധനങ്ങളൊക്കെ എന്ന് വെച്ചേ സാധനം ദൈവം എന്തോ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി കത്തിപ്പോ പോയി. ആ അതെ, ഞാൻ അല്ല ഇത് എക്സ്ട്രാസ് ആണ്. എക്സ്ട്രാസ് ആഡ് ആവും. പോരും വിളിച്ചിട്ടുണ്ട്. ഇതാണോ നിന്റെ വണ്ടി ചന്ദ്ര? ചന്ദ്രന്റെയാ? അല്ല, ഇത് പുള്ളിയുടെ വണ്ടിയാ. ബിസിനസിന്റെ വണ്ടി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വണ്ടിക്ക് ഇറങ്ങാനുള്ള ബട്ടൺ ഇല്ല. ലോക്ക് ചെയ്ത് പ്ലീസ് ഒന്ന് സീറ്റ് മാറിയിരിക്കാവോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു 4 സീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ലോഞ്ചിനോടനുബന്ധിച്ച് നമ്മളൊരു കിടുക്കാച്ചി സാധനം ലോഞ്ച് ചെയ്യുന്നുണ്ട്. വണ്ടി എന്റെ കയ്യിൽ ഇന്നലെ കിട്ടി.
ഐറ്റം സാധനമാണ്, ഐറ്റം പറയാതിരിക്കാൻ വയ്യ. അതും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ആ വണ്ടി ഇന്ത്യയും വണ്ടിയാ ശരിക്കും. BMW അല്ല, ബ്രാവോ എന്ന BMW അല്ല, അത് കൂടാതെ ഒരു ഇന്ത്യയും വണ്ടിയാ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടുണ്ടാവൂല, ഞാൻ ഉറപ്പ് പറയാം. അത് നമ്മള് കൊണ്ടുവരും. എത്ര കൊടുത്തു? ഇല്ല, എനിക്ക് ഫ്രീ ആയിട്ടാ തന്നെ പുള്ളിയോട്, സത്യമായിട്ട് എനിക്ക് ഫ്രീ ആയിട്ടാ തന്നെ. ഫണ്ട് വല്ലതും വേണം ചോദിക്കണം ഇനി. എടാ ചന്ദ്ര ചവിട്ടല്ലേടാ, ഇന്നലെ അവിടെ തന്നെ അല്ലേടാ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, അതുകൊണ്ടാ ഞാൻ ചവിട്ടാത്ത. അവര് നല്ല വണ്ടിയായിരുന്നു. എടാ ലിസ്റ്റ് ഇട്ട് ആരും എല്ലാരും വന്നില്ലല്ലോടാ. ആരും സാവേജ്, കിണ്ടി അവരൊക്കെ എന്ത് ചെയ്യേ? ആ കിണ്ടി ഉണ്ടല്ലോ ഇവിടെ. സാവേജ്, വേറെ ആരാ? അതാരം വന്നു, നീലം വന്നു, മോബി വന്നു, കുറുപ്പ് വന്നു, കിണ്ടി വന്നു, ഡസ്ട്രോ വന്നു, ഡീമൻ വന്നു, ആഷ് വന്നു, ലക്സ് വന്നു, ജുഗർ വന്നു, ലൈനപ്പ് ഇല്ലാത്ത കോച്ച് വന്നു. ഇതെന്താ വണ്ടി ഇടിക്കുന്ന സൗണ്ട് എന്നാ? ഒന്ന് നിർത്താളിയാ, ഞാൻ ഇതിന് എന്നും ക്ലോസ് വാച്ച് ചെയ്യുകയാടാ. TV കണക്ട് 405. ഹലോ ബ്രോ, കേക്കാവോ ബ്രോ? ഒരു 10 മിനിറ്റ് ഡിലേ ആവോ ബ്രോ? ഇല്ല ബ്രോ 15 വരെ ടൈം വരും. 12 മണി വരെ ഉണ്ടായിരുന്നല്ലോ ടൈം. 12 മണി വരെ ടൈം ഉണ്ടായിരുന്നല്ലോ. 12:30 ആകുമ്പോ വിളിക്കാം നമ്മള് ബ്രോ. 12:15 കൃത്യം 12:15 വരെ ടൈം വരും ബ്രോ. 12 ഒരു സമയം തരാം, അതിനുള്ളിൽ വിളിച്ച അക്സെപ്റ്റ് ചെയ്യാം, അല്ലെ റിജക്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തൊന്നുമില്ലേ ബ്രോ? 12:15 ബ്രോ വിളിച്ചോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം മിഠായി വേണം വസണ്ണ? ആ പറഞ്ഞോ. സുഖമല്ലേ വസണ്ണ? സുഖമാണ് സുഖമാണ് സുഖമാണ്. സുഖല്ലേ? എന്താ പരിപാടി നിങ്ങള്? ഞങ്ങള് ചെറിയൊരു വാർ ഉണ്ടായിരുന്നു, അതിന്റെ പരിപാടിയിൽ നിൽക്കുന്നു. ഇല്ല, വാറിന് പോകാൻ പോണതേ ഉള്ളൂ. 12:15 വാറ്. വസണ്ണ എന്താണ് ക്രിസ്മസ് പരിപാടി? ക്രിസ്മസ് ആയിട്ട് നമ്മള് ക്രിസ്മസ് പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും, ഉടനെ ഉണ്ടാവും. അടിപൊളി ക്രിസ്മസ് പരിപാടി ഒക്കെ ആയിട്ട് വരണം, ഞങ്ങളും ഉണ്ട്. ഉറപ്പായിട്ടും 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 ഞങ്ങൾ ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കിട്ട് വരാം മച്ചാ, കാണാം. ചെക്ക് ചെയ്തോട്ടെ ഒരു മിനിറ്റ്, വരവും ചെലവൊക്കെ നോക്കട്ടെ. 813 വിസിറ്റ് ചെയ്തതില് 5000 പേര് മൈൻഡ് പോലും പെട്രോൾ അടിക്കാതെ പോയി വിസിറ്റ് ചെയ്തിട്ട്. എന്റെ ഉറപ്പാണ് ഈ 8133 വിസിറ്റ് എന്ന് പറഞ്ഞത് ഇവനും ഇവന്റെ പെണ്ണുമ്പിള്ളയും മറ്റേ കൊച്ചിയർക്കനും ഒക്കെ ഇവിടെ വന്നിരുന്ന് ഇവിടെ നിന്ന് ഇതൊക്കെയാണ് വിസിറ്റ് എന്ന് പറയണത്, മനസ്സിലായോ? കസ്റ്റമേഴ്സ് ഇത്രേ ഉള്ളൂ, ഇതൊക്കെയാണ്. പിന്നെ ഇവന്റെ ഒക്കെ ഈ കപ്പിളാർപ്പ് ചെയ്യുന്നവന്മാരുടെ എല്ലാം വരുന്ന സമയത്ത് 5 പേരെയും കൂട്ടിയായിരിക്കും വരുന്നത്. തോളത്തൊരെണ്ണം, കയ്യേലൊരെണ്ണം. 10, 100,000, 10,000 lakh, 10 lakh, crore, 100 crore. 1500 കോടി, ഇപ്പോഴും 150 കോടി ആയതേ ഉള്ളൂ കേട്ടാ ടോട്ടല്. അതിനകത്ത് പ്രോഫിറ്റ് അല്ല ഞാൻ പറയുന്നത്, പ്രോഫിറ്റ്. അപ്പോഴത്തേക്കിന് ആ അവിടെ പണിതിട്ടേക്കുന്ന കല്ലറയല്ലേ, രണ്ടിലും ഇടത്ത് നീയും വലത്തും ഞാനും. ഇപ്പൊ തീരില്ല, നമ്മള് വലിച്ചോണ്ടിരിക്കണ. ചന്ദ്രൻ അത് BC ആണോ അത്? അറിയാം. ഇത് ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവൂല ഗൈസ്. ഇവനെ ചന്ദ്ര നിനക്ക് ഭയങ്കര കുഞ്ഞുകളിയാണ്, നിനക്ക് ഈ സാധനത്തിന്റെ ഒരു മെച്യൂരിറ്റി ഇല്ല. ശരി, അത് ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ. വണ്ടി ക്ലോസ് വന്നപ്പോഴത്തേക്ക് അയ്യോ കാണാത്തൊരുത്തൻ
കള്ളത്തരം എന്റെ അടുത്ത് പറഞ്ഞോണ്ട് വരരുത് കേട്ടല്ലോ. നിങ്ങൾ ആളായി ഒന്നും പറ്റിയില്ലല്ലോ. ഇല്ല ഞാൻ ഓക്കെ താഴെ ബാസു എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. അണ്ണാ സാവേജ് എവിടെ? എടാ സാവേജ് ഇല്ല കളിക്കാൻ. എടാ ചന്ദ്ര നീ കേറാവോ? ചന്ദ്ര സാവേജിൽ നിന്ന് ചന്ദ്ര ഇറങ്ങ ചന്ദ്ര നീ കേറാവോ? നീ കേറിക്ക സാവേജ് ചന്ദ്ര കേറോടാ. ഇല്ലടാ ഇവൻ കൺട്രോൾ ചെയ്തോളും. ഡ്രൈവർ നോക്കിക്കോളും. കളിയാ കളിക്കണേ മര്യാദക്ക് കേട്ടാ. ഞാൻ ഒരു 5-6 പിക്ക് എടുത്തിട്ട് വരാം. നോക്കണേ കേട്ടോ എല്ലാം കോളൊക്കെ പറഞ്ഞ ഇതാക്കണേ. വാറ വിളിച്ചു പൊക്ക് പെട്ടെന്ന് നോക്കോ. ഓൾ ദി ബെസ്റ്റ്. എടാ ലൈനപ്പിൽ ഇല്ലാത്തവരൊന്ന് എക്സിറ്റ് അടിക്കോടാ. റേഡിയോ ചന്ദ്രൻ കളിക്കട്ടെ. ചന്ദ്രൻ സംസാരിച്ചോളും. ലൈക്ക് ഒരു ഹൈറാർക്കി വെച്ച് സംസാരിച്ചോളും. വീർത്ത് എല്ലാം ഒരു സ്ലോട്ടിൽ 5 പേരെ കയറ്റാൻ പറ്റുമോ? കോച്ച്, ജൂഡ്, ചന്ദ്രൻ എല്ലാരെയും കൂടെ ചില്ലാവോ നിങ്ങള്? കോച്ച് വീസിലോട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ആര് സ്നൈപ്പ് വന്നോ തിരിച്ച്? സ്റ്റീവിനോട് കളിക്കടാ. അല്ല എടാ സാവേജ് ഇല്ല, നീ സ്നേഹിതനോട് എടാ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് കളിക്കേ. ചില്ലായിട്ട് കളിക്കേ. ജൂഡ് ഉണ്ടോടാ? ജൂടെ വാ റേഡിയോ ഇറങ്ങാം. നമ്മൾ അവര് എന്നോട്ടെ. ജൂടുണ്ടോ ലൈനപ്പില്? ഇട്ടിട്ടുണ്ടോ ഞാൻ ജൂഡിന്? ലൈനപ്പ് ഇട്ടിട്ടുണ്ടോ? ഇല്ലില്ല ജൂടെ ഇല്ല. ഞാൻ ഇട്ടിട്ടില്ലടാ. വാ എന്നാ വീസി വാ. ഞാനുണ്ടാ അവിടെ. വാ തിരിച്ചു വരേട്ടാ. അവൻ ആദ്യത്തെ ലിസ്റ്റില് ഞാൻ ഇട്ടതാ. അത് മറ്റേ 18 പേരെ ഇട്ടില്ലേ, അന്നേരം ഇട്ടതാ. പാവം കേസ്. അങ്ങനെ നോക്കല്ലേ കേസ്. നിങ്ങൾ അങ്ങനെ നോക്കിയാ ഞാനിപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വരെ മാറി നിന്നിട്ട് കളിക്കുന്നത്. ഞാൻ ഈഗോയിസ്റ്റിക് പോലും ആവണില്ല ഈ ഒരു കാര്യത്തില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ പാവം പറയണത് എനിക്കത് കേൾക്കുമ്പോ ഭയങ്കര ഇതാണ്. ഞാൻ വരെ മാറി നിന്നിട്ടല്ലേ കേസ് ഞാനിത് ചെയ്യണേ. അല്ലാതെ ഞാൻ കളിച്ചിട്ട് ഞാൻ ഡോമിനൻസ് കാണിക്കുന്നുണ്ടോ ഇവിടെ? ഞാൻ വരെ മാറി നിന്നിട്ടല്ലേ ഞാനിത് ചെയ്യണേ. ഈ ബെസ്റ്റ് ഈ 20-25 പിള്ളേരിൽ 15 പേരെ ഇടാന്ന് പറയണത് ഇതാ. ഇന്നലെ നിങ്ങൾക്ക് സിറ്റുവേഷൻ കഴിഞ്ഞോണ്ടാ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് തോന്നുന്നത്. ഇന്നലെ അവർ ഇനിഷ്യൽ സിറ്റുവേഷനും കളിച്ച് പ്രീ വാറും കളിച്ച് ഈ വാർ ഇന്നത്തേക്ക് മാറ്റിയോണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ചാൻസ് ഇല്ലെന്ന്. എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഇവിടെ. ഒന്ന് ചില്ലാവും പ്ലീസ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ. 15 സ്ലോട്ട് 25 പേരെ ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. MDMA ഈകളെന്നോ? നിന്റെ അപ്പന്റെ സാമാനത്തിൽ 1/2 കിലോ ഞാൻ തിരികെ കടത്തി വെച്ചിട്ടുണ്ട്. അത് നിന്റെ അച്ഛനെ ഒന്ന് മേടിച്ച് നീ വല്ല ചുണ്ടിന്റെ ഇടയിലോ കാലിന്റെ ഇടയിലോ വെക്കടാ. മൂലയാടി മോനെ. ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി. മനസ്സിലൊരു ഉത്സവമല്ലേ. നീലൻ ബി ഞാൻ നോക്കാം. കാണാം. എനിക്ക് നീലന്റെ മോബിയുടെയും ഇങ്ങനെ കുറച്ച് പേരുടെ POVs കാണണം. എനിക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാവോ ഇല്ലാത്ത സമയത്ത് ഹെലി കോൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഇൻഅവൈലബിലിറ്റിയിലും ടീമിനെ നോക്കാൻ ഒബ്വിയസ്ലി ആൾക്കാർ വേണം ഗൈസ്. ഞാൻ ആ ഒരു സാധനം എനിക്ക് ബിൽഡ് ചെയ്യണം. ഞാൻ അതുകൊണ്ട് ഇവന്മാരെ എപ്പോഴും സംസാരിപ്പിക്കാൻ നോക്കുന്ന മെയിൻ കാര്യം.
മോബി ആണെങ്കിലും നീലനാണെങ്കിലും നന്നായിട്ട് സംസാരിക്കും. പിന്നെ സ്നൈപ്പ് നല്ല ഗോൾസ് പറയും. മനസ്സിലായോ? അത് അവര് ചെയ്യണം. ഡെസ്ട്രോ സംസാരിക്കുന്നില്ല. ഡെസ്ട്രോയ്ക്ക് ഒട്ടും സംസാരമില്ല. അവൻ നമ്മുടെ ഇതായിട്ട് അഡാപ്റ്റീവ് ആയിട്ടില്ല. മനസ്സിലായോ? അവന് കുറച്ച് സമയം കൊടുക്കണം. അപ്പൊ ഡെസ്ട്രോ ഇപ്പൊ ഇൻ കേസ് എന്തേലും ആളടുത്തുണ്ടെങ്കിലും അവനൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ അവനത് സെറ്റായി വരും. ലോലൻ എവിടെയാണ്? എടാ അവൻ എക്സാം അല്ല ലോലൻ, ഈ വീക്ക് കൂടെ ഉണ്ട്. ഈ വീക്ക് കൂടെ കഴിഞ്ഞിട്ട് വരും. പറഞ്ഞു പെണ്ണുങ്ങളോട് അവൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാ. വാറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങളോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഡെസ്ട്രോ. അവൻ കുഴപ്പമൊന്നുമില്ല. വാറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാറിലെ ബിഒയുടെ കാര്യമാണ് പറഞ്ഞത്. എവിടെ ഓടിപ്പോണേ? ഞാനിങ്ങനെ ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കുവാടാ. എക്സസൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ക്യാരക്ടറിന് കുറച്ച് ഫാറ്റ് വെച്ച് നമ്മള് വലുതായിട്ട് അങ്ങനെ ഇതാവുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് എക്സസൈസ് ഒക്കെ ഇല്ലെങ്കിൽ ജോഗിങ് ഒക്കെ ചെയ്യണം. റേഡിയോ ഒന്ന് എക്സിറ്റ് അടിക്കും. ഓതം പറ. ഞാൻ ഇപ്പൊ എക്സിറ്റ് അടിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓടും ഒരിടത്ത് ഇരിക്കുക മാത്രം ചെയ്യരുത്, കുറച്ച് ഓടുമൊക്കെ വേണമെന്ന് പറഞ്ഞു. അതാണ്